ദ കേജ് ഹാസ് ടു ബി ബ്രോക്കൺ. ഈ കൂട് പൊട്ടിക്കണം. ഇരിക്കുന്നിടം ഉടച്ചു മാറ്റി വെക്കത്തുള്ളൂ. ഇരിക്കുന്ന കസേര ശരിയല്ല. കസേര ശരിയാകാതെ ഒന്നും കടക്കെടുത്തില്ല. യേശുക്രിസ്തു മലയുടെ മുകളിൽ പോയി ഇരിക്കുന്നെങ്കിൽ നമ്മളും ശിഷ്യന്മാരുടെ കൂടെ പോയി ഇരിക്കുക. അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് കേൾക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക്. അപ്പം ഈ ഒരൊറ്റ പോയിൻ്റ് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൻ്റെ പ്ലേസിൽ ഡോമിനോ പോലെ അതിൻ്റെ പ്ലേസിൽ ഇങ്ങനെ വന്ന് നിർത്തിയിരിക്കുക. ഒരൊറ്റ എണ്ണത്തിലാണ് ബാക്കിയുള്ള എല്ലാം ബിൽഡപ്പ് ചെയ്യുന്നത്. നിൻ്റെ ആത്മാവിനെ കുറിച്ച് നിനക്ക് ചിന്തയില്ല എങ്കിൽ അപ്പം ചിലർ പറയത്തില്ലോ, ഞാൻ അങ്ങനെയല്ലോ, എനിക്ക് പണ്ട് ദൈവം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. ചിലർ വിഡ്ഢിയായിട്ട് മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നത് അഴിഞ്ഞു പോട്ടെ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. അപ്പം ഒരു കാലത്ത് ദൈവത്തെ വിളിച്ചെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലായിരുന്നു അന്ന് വിളിച്ചു. അപ്പം യഥാർത്ഥ ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്. നീ യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിക്കുന്നു. അതാ പറയുന്നത്, നിൻ്റെ അന്തരാത്മാവ് ജീവൻ വെക്കണമെങ്കിൽ നീ യേശുവിൻ്റെ അടുക്കൽ വരണം. ദി ഓൺലി കേജ് വൺ നീഡ്സ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഈസ് ദ വൺ ദേ ഹാവ് കൺസ്ട്രക്റ്റഡ് വിതിൻ ദെയർ ഓൺ മൈൻഡ്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടുകൾ, അല്ലെങ്കിൽ കൂടല്ലെങ്കിൽ ഒരു കേജ്, അല്ലെങ്കിൽ ഒരു പ്രിസൺ. നമ്മൾ അതിനൊരു കൊട്ടാരം എന്നും പറഞ്ഞു, വലിയ കേജുകളായിട്ട് വലിയ കൊട്ടാരം ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വലിയ കൂടുകൾ അത് ബ്രേക്ക് ചെയ്യാൻ വൺ നീഡ്സ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഈസ് ദ വൺ ദേ ഹാവ് കൺസ്ട്രക്റ്റഡ് വിതിൻ ദെയർ ഓൺ മൈൻഡ്. നമ്മുടെ തന്നെ മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ഈ ഇരുമ്പഴികളോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള, ചിലർ പാശമുള്ളൊരു സ്വർണം കൊണ്ട് ഗ്ലാസ് കൊണ്ട് വീടുണ്ടാക്കുന്നതൊക്കെ, അതൊക്കെ നമ്മുടെ കംഫർട്ട് സോണിലുണ്ട്. അതൊക്കെ ഇരിക്കുന്നിടം പൊളിഞ്ഞു മാറണം. പൊളിഞ്ഞു മാറാൻ പോകുകയാണ്. പൊളിഞ്ഞു മാറുന്നത് അപ്പം ഈ നമ്മുടെ മനസ്സിനകത്താണ് ഈ കേജ്. പുറമേ ഉള്ളതല്ല ഇത് സംസാരിക്കുന്നത്. മനസ്സുകൊണ്ട് കേജ് ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ച് കാണുമ്പോൾ ഗ്ലാസ് കൊണ്ടിങ്ങനെ ഈ ബാർബി ഡോളിൻ്റെ ബോട്ടിൽ ഒരു കേജ് ഉണ്ടാക്കിയത്. ബാർബി ഡോൾ എന്ന് പറയുന്നത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിനകത്താണ് അവരതിനെ വിൽക്കുന്നത്. കണ്ടിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഒരു കൂടിനകത്ത് പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് അതിനകത്ത് ഡോളിരിക്കുന്നത് കാണാം. ഇത് കണ്ണാടി കൊണ്ട് അതുപോലെ 4 സൈഡിലും കണ്ണാടി ഉണ്ടാക്കി അതിങ്ങനെ ചെറ്റി വെച്ച് മേളിലും കവർ ചെയ്ത് അടിയിലും കവർ ചെയ്തിട്ട് അകത്ത് കയറിയിരിക്കുകയാണ്. എന്നെ ആരും തൊട്ടേക്കല്ലേ, ഞാൻ സുഖമായിട്ട് ഇട്ടിരിക്കുന്നത്. ചുമ്മാ അത് ഒറ്റ ഒരു സ്നാപ്പ് കൊണ്ട് അത് പൊടിഞ്ഞ് താഴെ വീഴും. ബിക്കോസ് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ ശക്തമായ പാമ്പ് ഇങ്ങനെ ചിലർ ഉപദ്രവിക്കുന്നതായിട്ട് നിൽക്കുന്നതായിട്ടാണ്. ദുഷ്ടശക്തികൾ എപ്പോഴും അങ്ങനെയാണ് കർത്താവ് കാണിക്കുന്നത്. പാമ്പിൻ്റെ രൂപമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഡെലിവറൻസിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അത് ചെതലഴിഞ്ഞു വീഴുന്നത് പോലെ, അല്ലെ മണലിങ്ങനെ പൊടിഞ്ഞു വീഴുന്ന പോലെ ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്നത് കാണാം. കാരണം പിശാച് ഏത് രൂപത്തിലും വരുമല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സത്യത്തിൻ്റെ ആത്മാവിലല്ല നിൽക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ തെറ്റായിട്ടുള്ളത്, നുണയായിട്ടുള്ളത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കും. അത് പറയുന്നത്, നീ തന്നെ നിൻ്റെ മനസ്സിനകത്തൊരു കൂടുണ്ടാക്കി വെച്ച് അതിനകത്ത് ഒളിച്ചിരുന്ന ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഞാനത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നീ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് വചനം അയക്കുമ്പോൾ വചനം നമ്മളോട് സംസാരിക്കുകയും വചനം നമ്മളെ വായിക്കുകയും വചനം നമ്മളെ മാറ്റുകയും ചെയ്യുന്നു. വചനമെന്ന് പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാണ് സംഭവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാണ് നമുക്കുണ്ടാകുന്നത് എങ്കിൽ ഈ ഗിരിപ്രഭാഷണം അറിഞ്ഞിരിക്കണം. ഇതൊരു ചെറിയ ബൈബിളാണ്, വേറെ ഒന്നും വായിക്കുന്നതെങ്കിലും 5, 6, 7 അധ്യായം മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിക്കുക. അതിനകത്ത് വലിയ മർമ്മങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാം വസ്ത്രം മാറ്റാൻ പോവുകയാണ് കർത്താവ് പറയുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പം ഒരു വാക്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ ദൈവരാജ്യം. അതൊന്ന് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ദൈവരാജ്യം എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിൽ, അമർന്നില്ല, അവനവൻ്റെ ഉള്ളിൽ ദൈവം വരുന്നതാണ് ദൈവരാജ്യം. ശ്രദ്ധിച്ച് നോക്കിയേ, ദൈവരാജ്യം നമ്മൾ കഴിക്കുന്ന, അപ്പോൾ അവനവൻ്റെ ഉള്ളിലാണ്. ഭക്ഷണവോ വെള്ളം കുടിക്കുന്ന പാനീയവുമല്ല, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഇല്ല എങ്കിൽ നിൻ്റെ ഉള്ളിൽ ദൈവം ഇല്ല. മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് അകത്തില്ലാത്ത ഒരു വ്യക്തിയുടെ സന്തോഷം കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുക, ഇപ്പോൾ ബിസിനസ് മീറ്റിങ്ങിന് പോവുക,
ഒരു മനുഷ്യൻ വേറെ, എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അയാളോട് മിണ്ടിയാൽ മതി, അല്ലെ പിന്നെ ഞാൻ മിണ്ടുന്നത് എന്തിനാ? അവിടെ ഒരു വിവാഹത്തിന് പോവുക, അവരെ കണ്ടാൽ അവരുടെ കൊച്ചിനെ നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ കൊള്ളൂ എന്ന് നമുക്ക് മിണ്ടാല്ലേ, മിണ്ടണ്ട. ദീസ് ആർ ദ വേൾഡ്ലി തോട്ട്സ്. അല്ലാതെ നമ്മൾ അവരെ പരിചയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പരിചയത്തിൽ എനിക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നുള്ള ചിന്തയിലല്ല. എന്തെനിക്ക് കിട്ടും എന്നുള്ള ചിന്തയുമായിട്ടാണ് നീ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോ ഡിഫറെൻറ്റ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 14:17 പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം വേറെയാണ്. അപ്പം ലോക നിയമത്തിൻ്റെ കണ്ണുകൾ കൂടെ കാണാതെ അന്തരാത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ട് ക്രിസ്തു എന്താണ് പറയുന്നതെന്ന് അല്പമെങ്കിലും, ഇത് പല പ്രാവശ്യം ഇത് പറയുക, ഏതെങ്കിലും ഒന്ന് തൊടാൻ സമയമായി കാണുമല്ലോ, ദിനംപ്രതി വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ വ്യത്യാസം ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 14:17 ഞാൻ ആദ്യം വായിച്ചത്. ബാക്കി ഭാഗം കൂടെ ഒന്ന് വായിക്കാം. ദേ ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും അത്രേ. അതായത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ബട്ട് ഓഫ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതായത് എൻ്റെ ഉള്ളിലെക്കുറിച്ചാണ് ഇപ്പോൾ ദൈവരാജ്യം എന്ന് ഞാൻ പറഞ്ഞത്. ദൈവം എൻ്റെ ഉള്ളിൽ, സ്വർഗരാജ്യം ചുറ്റുപാടും, അങ്ങനെ ചിന്തിക്കാമെങ്കിൽ ദിസ് എ സിമ്പിൾ വേ ഓഫ് എക്സ്പ്ലനേഷൻ. അപ്പം ഇത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും പാനീയത്തിലും എനിക്ക് നല്ല ഭക്ഷണം വേണമല്ലോ, എനിക്ക് നല്ല, അതിലല്ല. പിന്നെയോ സമാധാനം, നീതി, സമാധാനം. എവിടെയാണ് നീതിയുള്ളത്? നീതിക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു? അധർമ്മമായിട്ട് എത്രയോ പേർ കാശുണ്ടാക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിച്ച് രാത്രിയിൽ മറ്റുള്ളവരുടെ കട്ടെടുക്കുന്നു. ഇതെല്ലാം അധർമ്മങ്ങളല്ലേ? മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ തേജോബോധം ചെയ്യുന്ന അധർമ്മമല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിയുണ്ടോ നിനക്ക് സമാധാനമുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അപ്പോൾ ഈ ലോക നിയമത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വായിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത്? നമ്മളെല്ലാം ആലയങ്ങളിൽ പോകുന്നു, സഭായോഗങ്ങളിൽ പോകുന്നു, മീറ്റിങ്ങിന് പോകുന്നു, പഠിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അന്തരാത്മാവിന് മാറ്റം വന്നില്ലെങ്കിൽ ഒരു വ്യത്യാസമില്ല. ഇത് അകത്തോട്ട് നോക്കാനാണ് പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിനെ ശ്രദ്ധിച്ചു കൊള്ളുക. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തിനാണ്? നമ്മൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, മനുഷ്യർക്ക് കൊള്ളാവുന്നവരാകും. ദൈവത്തെ നീ എപ്പം പ്രീതിപ്പെടുത്തി, ദൈവം ഒരിക്കലും തിന്മ ചെയ്യുന്ന ദൈവമല്ല, അത് ഉറയ്ക്കണം. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, നോ മാറ്റർ വാട്ട്. ദൈവം നല്ലവൻ തന്നെ, അവൻ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മളറിയുന്നുണ്ട് എത്രയോ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ തൻ്റെ വരം കൈ കൊണ്ട് പൊക്കിയെടുത്ത് രക്ഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ശത്രു എത്ര പ്രാവശ്യം പതിയിരിക്കുന്നിടത്തും നമ്മളെ തൻ്റെ ബലമുള്ള ശക്തിയുള്ള കൈകൊണ്ട് പൊക്കി മാറ്റിയിട്ടല്ലേ, അവൻ്റെ വലയിൽ അവനെ തന്നെ വീഴ്ച, അവൻ കുഴിച്ച കുഴിയിൽ അവനെ തന്നെ ഇട്ടിട്ടല്ലേ നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാൻ അറിഞ്ഞുകൂടല്ലോ, വേറെ 100 കൂട്ടം കാര്യങ്ങളല്ലേ. പിന്നെ ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. അതിന് ഭക്ഷണത്തിലൊന്നും അല്ല വലിയ കാര്യമൊന്നും ദൈവം പറയുന്നതൊക്കെ. ദൈവനിർമ്മാണത്തെ അഴിക്കുക, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തും. ആരെ തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധി നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നത് തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിന്. അപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമായിട്ട് പ്രാധാന്യം കൊടുക്കാതെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ദിവ്യമായ ഒറ്റ വാക്ക് നമ്മുടെ ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതി മീൻസ് ജസ്റ്റിസ്. ജസ്റ്റിസ് മീൻസ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതിപരമായ, അതായത് ദൈവനീതിക്ക് യോഗ്യമായിട്ട് നമ്മൾ മൂലം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവൻ നീതിമാനാണ്. നീതിമാൻ എന്നുള്ള സങ്കീർത്തനങ്ങൾ ഒത്തിരി. നീതിമാൻ, യഹോവയുടെ നീതിമാന്മാരെന്ന് നമ്മളെ വിളിക്കുന്നു. ദൈവത്തെ അറിയുന്നവരെ നീതിമാൻ എന്ന് വിളിക്കുന്നു. പുതിയ നിയമത്തിൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് നീതിമാൻ. അപ്പോൾ ഈ നീതി ഉണ്ടായിരിക്കണം. അങ്ങനെ നീതിമാൻ, ദൈവത്തിൻ്റെ റൈറ്റ്യസ്നെസ്സിന് വേറൊരു മീനിങ് ഉണ്ട്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ലോർഡ്.
ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ. നമ്മൾ ആരോടൊട്ടിയിരിക്കുന്നു അവൻ്റെ സ്വഭാവം കാണിക്കും. അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാരെ വേണ്ടാത്ത കൂട്ടുകെട്ടി പോകരുതേ എന്ന് വേലിയെട്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നീതി, രണ്ടാമത്തെ സമാധാനം. ആർക്കാണ് സമാധാനം? എപ്പം ഒരു ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ വിഷയം എടുക്കുമ്പോഴേ ഈ അവരുടെ വയറ്റിനകത്ത് പോലും ഇന്നലെയും കാണിച്ചു ചേർത്താൽ ഈ വേലിയിറക്കം പോലെ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. അപ്പടി വെപ്രാളാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ നമ്മുടെ അന്തരാത്മാവ് വയറിനകത്താണ് പ്രവർത്തിക്കുന്നത്. ഈ വയറിനകത്ത് ഈ കോളുകളൊക്കെ വന്നിട്ട് ചിലർക്ക് വയറ്റിന് അസുഖം വരും, പിന്നെ ഡയറിയ വരും, പിന്നെ അൾസർ വരും, ക്യാൻസർ വരും, അതേന്ന് പിന്നെ മറ്റിടത്തൊക്കെ. ഇതൊക്കെ സമാധാനക്കുറവാണ്. അതായത് ദൈവരാജ്യത്തിൽ ഇതൊന്നും ഇല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെയോ നീതിയും സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഉണ്ടോ? എവിടെ പരിശുദ്ധാത്മാവുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കുക. ആദ്യമേ നമുക്ക് പരിശുദ്ധാത്മാവിലൊന്നും അല്ല, ചുമ്മാ പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവ് വർദ്ധിക്കും. നമ്മൾ അതായത് പരിശുദ്ധാത്മ ഉണ്ട് നമ്മളിൽ. പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നതോടെ പരിശുദ്ധാത്മ നമ്മളിലുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചവരോടെ ഈ പറയുന്ന കേട്ടല്ലോ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈ വചനം കേൾക്കുമ്പോൾ പരിപോഷിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഇടാതെ ഒരിക്കലും ദൈവം നമ്മളെ ഒരു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് വിടത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ പലരുടെ വിഷയങ്ങളെടുത്തു. എൻ്റെ അമ്മ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളില്ല ലോകത്തിലുള്ള എല്ലാവർക്കും. അമ്മ പോയിട്ടുള്ള എല്ലാ വീട്ടിലും ഐശ്വര്യമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ഓരോ വിഷയം എടുത്തു അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവമേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവരെന്നോട് പറഞ്ഞത്. ദാറ്റ് ഈസ് എ ഗുഡ് പോയിൻറ്റ്. ആ പോയിൻറ്റ്, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ടല്ലേ എന്നോട്, അതുകൊണ്ട് ചെയ്തു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ദൈവം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സമാധാനം, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധ, അത് കഴിയുമ്പോൾ ഞാനും അമ്മയും കൂടി പ്രാർത്ഥന എല്ലാം കഴിയുമ്പോൾ ഞങ്ങളെ ചിരിപ്പിക്കാതെ ഒരു ദിവസവും കർത്താവ് ഉറക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, വന്നപ്പം കരഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ സന്തോഷം. കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്തു. ദിനം പ്രതി ചെയ്യണേ. അത് നാളെ നോയമ്പ് കഴിഞ്ഞിട്ടല്ല, ദിനം പ്രതി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. എവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചിറകെല്ലാം ഒട്ടിച്ച് പിടിച്ച് നെഞ്ചിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പൊന്നു ദൈവമേ, അതിൻ്റെ കെട്ടുകളെല്ലാം ഒന്ന് പൊട്ടിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറക്കാൻ, ഞങ്ങളൊന്ന് പറക്കാൻ, വിഹായസിലൊന്ന് ഫ്രീ ആയിട്ടൊന്ന് പറക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ഒന്ന് പറക്കാൻ. ഞങ്ങൾ വചനം വായിക്കുമ്പോൾ, നമ്മൾ വചനം എടുക്കുമ്പോൾ നമ്മളിലും കേൾക്കുന്നവരിലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം ഇട്ട് തരണമേ. ചുറ്റുപാടും നന്നാക്കാൻ വിചാരിച്ചിട്ട് ഒക്കുന്നില്ല കർത്താവേ. ഞാനാണെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കാൻ പോകും. കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ച് ആ സ്റ്റേഡിയം വൃത്തിയാക്കി തന്നു. ഇപ്പം സ്റ്റേഡിയം പിന്നെയും പഴയതുപോലെ. ഇനി ആരെങ്കിലും അയച്ച് അവിടെ വൃത്തിയാക്കിച്ച് തരണമേ. ദൈവമക്കൾ നടക്കുന്നിടം ശുദ്ധിയാക്കി തരാൻ അപ്പച്ചനെ. ദൈവരാജ്യം പണിയേണ്ട, സ്വർഗരാജ്യം പണിയേണ്ടതല്ലേ കർത്താവേ. ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക അപ്പച്ച. അതെങ്ങനെ ദൈവം തമ്പുരാൻ ഇട്ട് ചെയ്തേണ്ടതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അത് തരണം. നിന്നിലുള്ള സന്തോഷം പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല കർത്താവേ. അകത്തൂന്ന് വെള്ളത്തിൻ്റെ മേൽ യേശു നോക്കിയപ്പോൾ വെള്ളം വീഞ്ഞായി ജീവനുള്ള ആത്മാവിൽ പ്രവർത്തിച്ചതുപോലെ, ആത്മാവിൽ ജീവനുള്ളതായി കണ്ടതുപോലെ തന്നെ ഞങ്ങളെ അവിടുന്ന് ഒന്ന് നോക്കുമ്പോൾ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഒന്ന് നോക്കുമ്പോൾ, ഞങ്ങളിലുള്ള ജീവിക്കാതെ കിടക്കുന്ന സെല്ലുകളെല്ലാം ഒന്ന് ജീവൻ വെച്ചിട്ട് അകത്തൂന്നൊരു സന്തോഷം പുറത്തോട്ട് പൊങ്ങി വരട്ടെ അപ്പച്ച. The spirit of the joy of the Lord is my strength. ആ സന്തോഷത്തിൻ്റെ ആത്മ അകത്തുനിന്ന് പുറത്തോട്ട് വരണം. വല്ലവരും വന്ന് ചെയ്തിട്ട്, നമ്മൾ നന്മ ചെയ്തിട്ട്, അല്ലെ അവർ നന്മ പറഞ്ഞിട്ട്, കുറച്ച് പ്രശംസ കേട്ടിട്ട് അങ്ങനെയുള്ള സന്തോഷം അല്ലല്ലോ നീ ഉദ്ദേശിക്കുന്നത്. നിൻ്റെ മുൻപിൽ ഞങ്ങൾ വിലപ്പെട്ടവരായിട്ട് നിൽക്കുവാൻ, നിനക്ക് ഞങ്ങൾ പൊന്നു മക്കളാന്നുള്ള ബോധത്തിൽ കടന്നു വന്ന് ആത്മാവിൽ നിൻ്റെ സന്തോഷത്തിലേക്ക് പാട്ടയിക്കാൻ, അപ്പച്ചൻ്റെ വിരുന്നുശാലയിൽ കയറി വന്ന് പാല് കുടിക്കുന്നവർ മാത്രമാകാതെ ഭക്ഷണം കൂടെ കഴിക്കുന്നവരാക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തവരും മറ്റ് നിർത്തിയിരിക്കുന്നവരുമാണെന്നുള്ള ബോധത്തോടെ കടന്നു വന്ന് നിൻ്റെ അടുക്കലിരിക്കുക അപ്പച്ച.
അപ്പച്ചൻ വിളിക്കുമ്പോൾ അപ്പച്ചൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ. എല്ലാ ദിവസവും വരുന്നുണ്ടോയെന്ന്, ദാവീദ് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടോയെന്ന് ശൗൽ രാജാവ് എല്ലാ ദിവസവും നോക്കുന്നുണ്ടായിരുന്നു. കാരണം ശൗലിനെക്കുറിച്ചൊരു ചെറിയ ഭയമുണ്ട്, ശൗലിന് ദാവീദിനെക്കുറിച്ച് ഭയമുണ്ട്. യേശുക്രിസ്തു ഞങ്ങൾ എല്ലാ ദിവസവും നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടോയെന്ന് സ്നേഹത്തോടെ നോക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്നാലുള്ള വിനയം, അതിനുള്ള സ്വാതന്ത്ര്യം, അവനുള്ള എളിമ ഞങ്ങൾക്ക് ഇട്ട് തരണം. വിളിക്കുമ്പം കയറി വരാൻ അതും ഒരു വിനയമാണ് കർത്താവ്. അവിടുന്ന് വിളിക്കുമ്പം അവിടെ ഇവിടെ നോക്കി നിൽക്കുക, നേരിട്ട് ഇടതും വലതും ആര് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കാതെ നിൻ്റെ അടുക്കിലേക്ക് കയറി വന്ന് ഞങ്ങൾ സന്തോഷിക്കട്ടെ. തലമുറമേ നിൻ്റെ അനുഗ്രഹങ്ങളെ അയക്കാൻ ഒരു പുസ്തകം, ജ്ഞാപക പുസ്തകം തുറക്കുന്ന പോലെ തുറക്കുന്നതിന് നന്ദി അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.